ക്രോഷ്യ ബേസിക്സ് പാർട്ട് 5 ഡബിൾ ക്രോഷ്യാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്രയെങ്കിലും നമ്പർ ഒരു ചെയിൻ ഇടുക. ഞാനിവിടെ എപ്പോഴത്തെയും പോലെ 10 ചെയിൻസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഹുക്കിൽ നിന്ന് 4ാമത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പിനെ പുള്ളി ചെയ്തെടുക്കുക. അപ്പോൾ 3 ലൂപ്സ് ആയിരിക്കും നിങ്ങളുടെ ഹുക്കിലുള്ളത്. എഗെയിൻ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം ഊരിയെടുക്കുക. അന്നേരം 2 ലൂപ്സും കൂടെ കിട്ടും. ആ 2 ലൂപ്പിനെയും ഒരു യാൺ ഓവറിനകത്തൂടെ ഊരിയെടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തൊരു ലൂപ്പിനെ പുള്ളി ചെയ്തെടുക്കുക. 3 ലൂപ്സ് കിട്ടും. യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഊരിയെടുക്കുക, യാൺ ഓവർ ചെയ്ത് അവസാനത്തെ 2 ലൂപ്പിലൂടെ ഊരിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഒരു റോ കംപ്ലീറ്റ് ആയതിന് ശേഷം നെക്സ്റ്റ് റോ ചെയ്യണമെങ്കിൽ ടേണിങ് ചെയിനായിട്ട് 3 ചെയിൻസാണ് ഡബിൾ ക്രോഷ്യയിൽ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.